മറ്റൊരു MLA-യുടെ ഭാര്യയുടെ പെൻഷൻ വാങ്ങിയെന്ന പ്രചാരണത്തിനെതിരെ നൽകിയ പരാതിയിൽ CPIM നേതാവ് PK ശ്രീമതിയുടെ മൊഴിയെടുത്തു. കണ്ണൂർ ആലക്കോട് സൈബർ പോലീസാണ് മൊഴി രേഖപ്പെടുത്തിയത്. അന്വേഷണ ചുമതലയുള്ള IG-ക്ക് മൊഴി കൈമാറും. ചില സംഘപരിവാർ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ആണ് മുൻ MLA PR കൃഷ്ണന്റെ ഭാര്യ PK ശ്രീമതി പെൻഷൻ വാങ്ങിയത് സംബന്ധിച്ച് തെറ്റായ വാർത്തകളും വിവരങ്ങളും പങ്കുവെക്കുകയും ചെയ്തത്. ഇപ്പോൾ PK ശ്രീമതി തന്നെ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി PK ശ്രീമതി, എപ്പോഴായിരുന്നു മൊഴി എടുത്തത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഉദ്യോഗസ്ഥരുമായി പങ്കുവെച്ചത് എന്നതുകൂടി ഒന്ന് പറയാൻ സാധിക്കുമോ? പറയാം. ഇന്ന് രാവിലെ ഒരു 8:30 മണിയോടുകൂടി അവര് വന്നു. എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ മൊഴിയെടുക്കാൻ വരും, അപ്പോ കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു. കാരണം ഞാൻ ഇന്നലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട ഉച്ചക്ക് ഒരു 1 മണിയോടുകൂടി കണ്ണൂരെത്തിയല്ലോ. അതുകൊണ്ട് അവിടെ വെച്ച് എനിക്ക് മൊഴിയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കേസ് രജിസ്റ്റർ ചെയ്തത് ഇന്നലെയായിരുന്നു. ഏതായാലും മൊഴി കൊടുത്തു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെയാണ് ഞാൻ പറഞ്ഞത്. നമുക്കൊക്കെ നന്നായിട്ടറിയാം, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ധാരാളം സ്ത്രീകൾ നമ്മുടെ കേരളത്തിലുണ്ട്. പൊതുവെ കാണുന്ന ഒരു പ്രവണത, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും സ്ത്രീകളെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുക, അവർക്കെതിരെ വൾഗറായിട്ടുള്ള വൃത്തികെട്ട അശ്ലീല ഭാഷയിലുള്ള കമന്റ് ഇടുക, ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ആയിരിക്കും, പ്രായം ഉള്ളവരും ഉണ്ടാവും. എങ്കിൽ പോലും അവരുടെ സ്വന്തം അമ്മയെയും സഹോദരിയെയും മറന്നുകൊണ്ടുള്ള പ്രവൃത്തിയാണ് ഈ തരത്തിൽ വിമർശിക്കുന്നത്. ഇവര് ചെയ്യുന്നത് അവരെ ഓർക്കുന്നില്ല. ഇവർക്ക് വിമർശിക്കാം, ആരും അതിനെതിരല്ല. തെറ്റ് ചെയ്താൽ വിമർശിക്കാം, അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചത് തിരുത്തിക്കാം, അല്ലെങ്കിൽ ഇതല്ല ശരി എന്ന് പറയാം, ഞങ്ങളുടെ ഭാഗമാണ് ശരി. പക്ഷെ ഇതിന് പകരം ഒരു വ്യക്തിയെ സമൂഹ മധ്യത്തിൽ ഏറ്റവും അധികം ഇകഴ്ത്തിക്കാണിക്കാൻ, അവർക്ക് അപകീർത്തികരമായിട്ടുള്ള നാട്ടുകാര് ഈ വാർത്ത കേൾക്കുമ്പോൾ നെറ്റി ചുളിക്കുന്ന തക്ക വിധത്തിൽ, അല്ലെങ്കിൽ വളരെ അയ്യോ കഷ്ടം എന്താണിത് എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുന്ന വിധത്തിൽ ഒരു വാർത്ത പടച്ചുണ്ടാക്കുക എന്നത് ഇപ്പൊ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. എനിക്കും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ ഒരു അനുഭവം എന്ന് പറയുന്നത് അതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു അനുഭവമായി പോയി. കാരണം എനിക്കറിയാത്ത ഏതോ ഒരു MLA PR കൃഷ്ണൻ എന്ന് പിന്നീട് മനസ്സിലായി. ഇപ്പൊ അദ്ദേഹത്തെ മനസ്സിലായി, അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, കോൺഗ്രസിന്റെ MLA ആയിരുന്നു എന്നൊക്കെ ഞാൻ പത്രസമ്മേളനം നടത്തിക്കഴിഞ്ഞതിന് ശേഷം ആണ് ഇക്കാര്യം ബോധ്യപ്പെടുന്നത്. അത് പെട്ടെന്ന് രണ്ടും ഒരുമിച്ച് വന്നു. ഒന്ന് ഞാൻ എന്റെ പാർട്ടിയുടെ നേതൃത്വം നിയമസഭയിൽ കൊടുത്തിട്ടുള്ള സോഷ്യൽ മീഡിയന്റെ ഭാഗമായി കൈകാര്യം ചെയ്യുന്നവർ കൊടുത്തതിന് ഒരു മറുപടി കിട്ടി. തൃശൂർ ജില്ലയിൽ PR കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു MLA 2ാം നിയമസഭയിൽ ഉണ്ടായിരുന്നെന്നും അദ്ദേഹത്തിന്റെ ഭാര്യ PK ശ്രീമതിയാണെന്നും. പക്ഷേ അതുവരെ ഞാൻ മുൾമുനയിലായിരുന്നു. എന്തിനാണ് എന്നെ ഇങ്ങനെ ഇവർ പറയുന്നത്? അത് മാത്രല്ല, ജനം TV-യിൽ വന്നു. ജനം TV-ക്ക് വേണമെങ്കിൽ എന്നോട് ചോദിക്കാം, എന്താ ഇങ്ങനെ ഒരു വിഷയം വന്നിട്ടുണ്ട്, റൈറ്റ് ടു ഇൻഫർമേഷനിൽ കിട്ടിയതാണ്, വിവരാവകാശത്തിൽ കമ്മീഷനിൽ നിന്ന് കിട്ടിയതാണ്, ഇത് ശരിയാണോ? ഒറ്റൊരു ചോദ്യം കൊണ്ട് തീരുന്നൊരു പ്രശ്നമല്ലേ ഉള്ളൂ. അവര് ചോദിക്കേണ്ടതായിരുന്നു, ചോദിച്ചില്ല. ചോദിക്കുന്നതിന് പകരം ആവർത്തിച്ച് പലരും എന്നോട് വിളിച്ചു പറഞ്ഞു, ആവർത്തിച്ച് അവര് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ശ്രീമതി, എന്റെ ഒരു സംശയം, ഇതിന് ശേഷം, അതായത് ഈ പിഴവ് സംഭവിച്ചതിന് ശേഷം ചാനൽ അധികൃതർ ബന്ധപ്പെട്ടിരുന്നോ? ഇല്ല, ബന്ധപ്പെട്ടത് ഭാരത് ലൈവിലെ ഒരു പെൺകുട്ടിയാണ്. അത് ഞങ്ങൾക്ക് തെറ്റിപ്പോയി. വളരെയധികം വിഷമമുണ്ട് ടീച്ചർ. ഞാൻ ഡൽഹിയിലായിരുന്നു. എന്റെ ഒന്നിച്ചുള്ള പുതിയ പെൺകുട്ടികൾക്ക് ഈ വാർത്ത കിട്ടിയപ്പോ അവരെ കൊടുത്തതാണ്. ഞാൻ പറഞ്ഞു, കൊടുത്തത് വളരെ വളരെ വൾഗറായിട്ടായിപ്പോയി. അത് ഒരു തരത്തിലും ഇങ്ങനെ സ്ത്രീകളെ നമ്മൾ ഈ രൂപത്തിൽ കാണാൻ, ഞാനൊന്നുമില്ലെങ്കിൽ എത്രയും പ്രായമുള്ള ഒരു സ്ത്രീയാണ്. പൊതുപ്രവർത്തന രംഗത്ത് 50 വർഷത്തിലേറെക്കാലം പ്രവർത്തിച്ച പരിചയമുള്ളത് കൊണ്ട് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. ഒന്ന് ചോദിക്കാമായിരുന്നില്ലേ? പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം മാത്രമാണ് ഇതിൽ ക്ഷമാപണം പോലും നടത്തിയിട്ടുള്ളൂ. അതെ, അല്ല, സുദിനം പത്രം, ഇന്നത്തെ പത്രത്തില് പിന്നെ അവര് എഴുതിയിട്ടുണ്ട്, ഇന്നലത്തെ പത്രത്തിൽ അവര് തെറ്റുതിരുത്തി മാപ്പ് ചോദിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട് സുദിനം. പക്ഷെ അതുകൊണ്ട് അവരോട് ക്ഷമിക്കുക, അങ്ങനെ മുന്നോട്ട് പോകാനല്ലോ, നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനല്ലേ? ഞാൻ ആ കുട്ടിയോട് നേരിട്ട് പറഞ്ഞു, സാധാരണ എനിക്ക് അങ്ങനെ പറയാൻ കഴിയാറില്ല. അതായത് ക്ഷമ ചോദിക്കുമ്പോ എനിക്ക് പിന്നെ അതങ്ങനെ മനസ്സ് വരാറില്ല. പക്ഷെ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, മോളെ, എനിക്ക് നിന്നോടൊന്നും അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇത് ലോകം മുഴുവൻ ഇത് കാണുന്ന യൂട്യൂബാണ്, പലരും കണ്ടുകൊണ്ടിരിക്കും.
അത് അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ എത്രയോ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. ഇത് പ്രത്യേകിച്ചും ഒരു സർക്കാരിന്റെ പണം ഇങ്ങനെ വാങ്ങുന്നു, അത് ഗവൺമെന്റിന്റെ സ്വാധീനം ഉപയോഗിച്ച് കള്ളത്തരം ചെയ്യുന്ന എന്തെല്ലാം കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഒരു കള്ളത്തരം ചെയ്ത ഒരു വ്യക്തിയായിട്ട് എന്നെ ചിത്രീകരിച്ചു. അത് എനിക്ക് സഹിക്കാവുന്നതിലപ്പുറത്താണ്. അത് മാത്രമാണോ? വളരെ സെന്റിമെന്റ്സ്. ഇപ്പം എന്റെ ഭർത്താവ് മരിച്ചിട്ട് ഇപ്പം 10 മാസം ആയിട്ടേ ഉള്ളൂ. ആ സമയത്ത് വേറൊരാളുടെ ഭാര്യയായിട്ട് ഞാൻ അയാളുടെ പെൻഷൻ വാങ്ങി കൊണ്ടിരിക്കുന്നു. അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്, എത്രമാത്രം ലജ്ജാകരമായ വലിയ പിഴവ് തന്നെയാണ്. ഒരു സംശയം കൂടിയുള്ളത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണല്ലോ ഒഫീഷ്യലി പരാതി നൽകിയത്. മനസ്സിലാക്കുന്നിടത്തോളം അത് മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു. വളരെ പെട്ടെന്ന് അതിൽ നടപടി ഉണ്ടാവുകയും അന്വേഷണ ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ചെയ്തു എന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതാ മൊഴിയും രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ കൃത്യമായി വളരെ വേഗം തന്നെ ഇതിൽ ഈ നടപടികളുടെ തുടർച്ച ഉണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്? ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 10 കൊല്ലം എന്റെയും നിയമസഭയിൽ ഞങ്ങൾ സഹപ്രവർത്തകരായി പ്രവർത്തിച്ചവരാണ് ഇന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ. അതുപോലെ എനിക്കും വളരെ ആദരവുള്ള എന്റെ എന്നെക്കാലത്തിലെ ചെറിയ പ്രായമാണെങ്കിലും ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ളതിന് വ്യക്തിപരമായി വളരെയധികം സൗഹൃദവും ബന്ധവും കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. അതുപോലെ നിയമസഭാ സ്പീക്കർ 10 കൊല്ലം ഞങ്ങൾ ഒന്നിച്ച് വളരെയധികം ഒരു സഹോദരി ബന്ധമുള്ള രാഷ്ട്രീയം എതിരാണ് എങ്കിൽ പോലും ഇവരൊക്കെ എന്നെ വിളിക്കുകയും സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്തു. പിന്നെ ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. പ്രത്യേകിച്ചും ഇന്ന് വരെ ഈ സോഷ്യൽ മീഡിയ പ്രവർത്തനം ഉണ്ടായിട്ട് ഒരു കാലത്തും ഉണ്ടാകാത്ത വിധത്തിലുള്ള വൃത്തികെട്ട ഒരു ദുരാരോപണമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. അത് നമ്മൾ ഗൗരവമായിട്ട് തന്നെ എടുക്കും എന്ന് തന്നെയാണ് എന്നോട് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഏറ്റവും ശ്രദ്ധേയമായ പരാമർശം എനിക്ക് തോന്നുന്നു മാഡം പറഞ്ഞതിൽ, രാഷ്ട്രീയം മാറ്റിവെച്ച് അതിനൊക്കെ അപ്പുറത്ത് വർഷങ്ങളായി ഒരുമിച്ച് ഒരേ വേദികളിൽ നിയമസഭയിലൊക്കെ ഇരുന്നവർ അവർ വിളിച്ചാശ്വസിപ്പിച്ചു എന്ന് പറയുമ്പോഴാണ് ഇത്തരം പ്രചാരണം അത് രാഷ്ട്രീയത്തിന്റെ പേരിൽ പോലും നടത്തുന്നവർ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഈ തെറ്റായ വിവരങ്ങൾ ലഭിക്കുന്ന ഉടനെ തന്നെ അത് പ്രചരിപ്പിക്കുക, പ്രത്യേകിച്ച് അത് തങ്ങളുടെ രാഷ്ട്രീയത്തിനെതിരെ നിൽക്കുന്നവരാണെങ്കിൽ എത്ര അപമാനകരമാകുന്ന ഒന്നാണെങ്കിൽ പോലും അത് പ്രചരിപ്പിക്കുന്ന ഒരു രീതി പലപ്പോഴും ഈ രാഷ്ട്രീയ അനുഭാവികൾക്കും അണികൾക്കുമൊക്കെ ഉണ്ട്. രാഷ്ട്രീയത്തെ ആശയപരമായി നേരിടാം, അത്തരം രാഷ്ട്രീയം സംവാദങ്ങളൊക്കെ വേണം, പക്ഷേ അതൊരാളുടെ അഭിമാനത്തെ ഹനിക്കുന്ന തരത്തിൽ ആകരുത് എന്നതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. അത്തരക്കാർക്കെതിരെ ഉറപ്പായും നടപടികൾ ആണ് വേണ്ടത്. അത് അടിയന്തരമായി ഉണ്ടാകും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാം. വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന് ശ്രീമതി പി കെ ശ്രീമതി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.